ബാലക്കാരെ പറ്റിയുള്ള ഇൻഫർമേഷൻ കറക്റ്റ് ആണോ? ഓക്കെ ആണ് സാർ. ആ ഇടിച്ച 2 ട്രൂപ്പിന്റെ വണ്ടി ചെക്ക് ചെയ്യണം സാർ. അവന്മാരെല്ലാത്തിനും കിട്ടിയില്ലേ? ആ എല്ലാരും ഉണ്ട് സാർ. അതും വിത്ത് മേക്കപ്പിൽ. വെറുതെ ഒന്ന് ചോദ്യം ചെയ്തിട്ട് അങ്ങ് വിട്ടേക്കാന്ന് കരുതി. വെറുതെ ചോദ്യം ചെയ്യണ്ട, ശരിക്കും ചോദ്യം ചെയ്തു. വല്ല കഞ്ചാവും കടത്തുന്ന പാർട്ടീസ് ആയിരിക്കും. ഓവർ. ആ ശരി സാർ. കഞ്ചാവോ? അത് ഓവറോ? ബൈബിളിലും ഹനുമാനും. അയ്യോ സാറേ, വണ്ടി ഇടിച്ചപ്പം ചുണ്ടുപോയി സ്റ്റിയറിംഗ് ഇടിച്ചതാ. ഞങ്ങളുടെ ഡ്രൈവറാ. ഞാൻ ഭീമൻ. ആയിക്കോട്ടെ, ഭീമന്റെ കൂന്നല്ലോ. ഇത് സ്റ്റേജ് അല്ല, പോലീസ് സ്റ്റേഷനാണ്. പറഞ്ഞ മനസ്സിലായോ? എക്സ്ക്യൂസ് മീ, എന്താ പേര്? വൈ 2.5. ഇതാരുടെ ഫോണാ? എന്റെയാണ് സാർ. എന്റെ രണ്ടാമത്തെ ഭാര്യയുടെയാണ്. യേശുദേവനെയും കൂടെ പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. എടാ 2 രണ്ടാമത്തെ ഭാര്യ. അപ്പൊ ഈ 0.5 എന്താ? ഭാര്യയുടെ നേരത്തെ പകുതി വളഞ്ഞിട്ടുണ്ട് സാർ. ആ അപ്പൊ മുഴുവൻ വളഞ്ഞാലോ? 3 എന്നാക്കും. ചെയ്യാനും വയ്യ. എല്ലാം ദൈവങ്ങളുമായി പോയി. സാറേ ടെൻഷൻ അടിക്കണ്ട. ദാനിക്കണതേ ദൈവമല്ല, കള്ളനാ, യൂദാസ്. ഓ ഞാൻ വിളിച്ചോളാം. ഈ ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെയൊന്നുമില്ല. പഞ്ചാഗ്നി അല്ലേ? അല്ല സർ, പാഞ്ചാലി. അതല്ല, പഞ്ചാഗ്നി സിനിമയിലെ ഗീതയുടെ അതേ ഫിഗർ. ഒന്ന് പോ സാറേ. സത്യം? ഞങ്ങൾ ഉപദ്രവിക്കരുത്. ഇല്ല, പാഞ്ചാലിയെ മാത്രം ഞാൻ ഉപദ്രവിക്കില്ല. പ്രത്യേകിച്ച് ഇതൊരു മതവികാരം ഉണർത്തുന്ന പ്രശ്നമായതുകൊണ്ട്. സാറേ ഇത് മതവികാരമല്ല, വേറെ ഏതോ വികാരമാ. സാറേ സാറേ, ആ ബൈബിൾ നാടകക്കാരാ തട്ടുകടയിലെ പുട്ടുകുറ്റി എടുത്ത് റോഡിലെറിഞ്ഞത്. ദേ ഫുട്ടേജ് വന്നു. ആർക്കാടാ തട്ടുകടയിലെ പുട്ടുകുറ്റിയോട് ഇത്ര വിരോധം? അത് യേശുനാണ് സാർ. AD 31-ാം നൂറ്റാണ്ടില് നീ യേശുവിനെ ഒന്ന് ഒറ്റി. 2019 വീണ്ടും ഒറ്റുന്നോടാ. സാറേ ദേ മറ്റവരാ തട്ടുകട തിളച്ചു മറിയുന്ന താറാവുകറി എടുത്ത് തട്ടിക്കളഞ്ഞത്. ഓഹോ അത് ശരി. എന്നിട്ട് ഒന്നും അറിഞ്ഞിടാത്ത പോലെ മേക്കപ്പ് ഒക്കെ ചെയ്തെങ്ങനെ നിക്കുകയാണല്ലേ? ആരാടാ തട്ടുകടയിലെ താറാവ് കറിയിൽ തിളച്ചു പറഞ്ഞത്? ചോദിച്ച കറക്റ്റ് ആയില്ലേ? ആരാന്ന്? താറാവ് കറിയുടെ കേസല്ലേ? അത് ഈ കൃഷ്ണനാണ് സാറേ. സാറേ ഞാനല്ല, ആ നിൽക്കുന്ന യേശുവാ. ഗുരുവായൂരപ്പനാണ്, ഞാനല്ല സാറേ. സാറേ അത് കുചേലൻ തന്നെയാ ചെയ്തത്. ഓഹോ, എന്നിട്ട് കിണ്ടിയൊക്കെ പിടിച്ചങ്ങനെ നിക്കുകയാണല്ലേ? എന്റെ സാറേ ഞാൻ വസിഷ്ഠമുനിയാണ്. ഇതാണ് സാറേ നാരദൻ. സാറിന് അറിഞ്ഞൂടാ, ഞാനാണ് സാറേ കുചേലൻ. നീയാണോ കുചേലൻ? നീയൊക്കെ എന്ത് കള്ളം പറഞ്ഞാലും CCTV കള്ളം പറയില്ല. തട്ടുകടൽ എവിടെ സാറേ CCTV ക്യാമറ? ഇനി നിന്റെ മുണ്ടിനകത്തൂടെ ഒരെണ്ണം വെച്ചുതരാൻ ആ കാറിന്റെ മിററിന്റെ കാര്യം കൂടെ ചോദിക്കും സാറേ. ആ അവിടെ പാർക്ക് ചെയ്ത കാറിന്റെ മിറർ ആരാ അടിച്ചു പൊട്ടിച്ചത്? ഞാൻ PCയെ വിളിക്കുന്നതിന് മുമ്പ് വേഗം പറഞ്ഞോ. സത്യം പറഞ്ഞാൽ ഇടി കുറയും. അത് ഞാനാണ് സാർ. ഈ ഗത കൊണ്ടാണ് അടിച്ചത്. പഠിച്ചോനാണ് സത്യം. ഒരു ആവേശത്തിൽ സംഭവിച്ചു പോയതാ സാർ. ആവേശം? PCയെ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. സാറേ അത് ക്യാമറയിൽ കിട്ടിയിട്ടില്ല. അത് കിട്ടിയില്ലെന്ന് പറയട്ടായിരുന്നു. നിനക്ക് ഗത മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ല. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടാണോ സത്യം പറയുന്നത്? നീയൊക്കെ എന്ത് തെമ്മാടിത്തരം കാണിക്കുന്നതിന് മുമ്പായിട്ട് ചുറ്റുപാടൊന്ന് നിരീക്ഷിക്കണം. CCTV ഉണ്ടോന്ന് പറഞ്ഞ മനസ്സിലായോടാ? എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. എല്ലാവരും പോയെ. ഞാൻ മുട്ടയൊക്കെ ഈശോ മറിയും ഭീമൻ. അപ്പൊ ഔസേപ്പ് മാറിയാ പോലീസുകാരനോ? ഇതെന്തിനാണ് നമ്മൾ ഇവിടെ? അത് ശരിയാ, നീ എന്താ ഇവിടെ കൊണ്ടുവരുത്തേക്കണം? അതൊക്കെ ഉണ്ട് കുറുക്ക. ഞാൻ റെഡി. ഇതെന്താണ് ബൈബിള് മഹാഭാരതം കൂടി ലയിപ്പിച്ച? ഹായ് ഗൈസ്. എക്സ്ക്യൂസ് മീ സർ, CI ബാബു ഇല്ലേ? ബാബു തന്റെ മടിയിൽ എഴുതിയാണോ CI സാറിന്റെ പേര്? അയ്യോ അതല്ല സർ, ബാബു സാറിന്റെ വളരെ അടുത്ത സുഹൃത്ത്, അതുകൊണ്ടാ. ആ സന്തോഷം. നമസ്കാരം. CI സാറ് പാർട്ടിക്കാരുടെ കണ്ണിനൊരു വെട്ടുകൊണ്ട് ആശുപത്രിയില്ല. അത് നന്നായി. എന്ത്? അല്ല ഒന്നുമില്ല. ആ
ഇപ്പൊ എനിക്കാ ചാർജ്. ഐ എം എസ് ഐ വിൻസെന്റ് ഗോമസ്. സാർ ഇരിക്കി. സാർ ഒരു കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിട്ടായിരുന്നു. എന്ത് കേസ്? അല്ല, ഈ സ്റ്റേഷന്റെ പരിസരത്ത് വെച്ച് നടന്നൊരു പ്രശ്നമാകുമ്പോ അതിന്റെ പരാതി ഇവിടെ തന്നെ. ആ, അതുകൊണ്ട് വേറെ എന്താ കേസ്? പീഡിപ്പിച്ചതോ, അടി കിട്ടിയതോ, അതോ വണ്ടി തട്ടിയതോ? ഇതൊന്നും അല്ല സാർ. ഇത് ഒരാൾക്കിട്ട് ഞങ്ങൾ അങ്ങോട്ട് 2 കൊടുത്തതാ. ശരിക്കും കൊടുത്തു. അങ്ങോട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നതിന്റെ ഔചിത്യം എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാത്ത അവനല്ലേ ഇങ്ങോട്ട് വരേണ്ടത്. നിങ്ങളെ ഞങ്ങൾ തപ്പിക്കൊണ്ട് വരികയാണല്ലോ പതിവ്. അതാണ് പതിവ്. എന്നാലും അവനെങ്ങാനും ഇവിടെ വന്ന് പരാതി തന്നാൽ സാർ എന്തൊക്കെ വകുപ്പിൽ കേസ് എടുക്കുന്ന മുൻപേ ഒന്ന് അറിഞ്ഞു വെക്കാന്ന് വിചാരിച്ചിട്ടാ. ആ, അതറിഞ്ഞിരിക്കുന്നത് സാറേ ഉമ്മാര് വട്ടന്മാരാണെന്നാ തോന്നുന്നത്. കൺഫേം ചെയ്യാൻ വരട്ടെ. ആ, എന്നിട്ട് അവന്റെ എല്ലുവെല്ലാം പൊട്ടിയോ? അതൊന്നുമില്ല. പിന്നെ അവന്റെ തലയ്ക്ക് എന്തെങ്കിലും പരിക്കുണ്ടോ? തലയോട്ടിക്ക് പൊട്ടലോ ചീറ്റലോ? ഏയ്, അങ്ങനെയൊന്നുമില്ല സാർ. ഒരിക്കലില്ല. പിന്നെന്താ അവന്റെ പ്രശ്നം? മൂക്കിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു. ഒരു പല്ലും പോയിട്ടുണ്ട്. ഏയ്, പല്ലൊന്നും പോയിട്ടില്ല. പല്ല് പോയി ഞാൻ കണ്ടാണ്. ഒരടപ്പല്ലേ. ആ, കൊള്ളാം. അപ്പൊ IPC 326. ഓ, അപ്പൊ എന്തായാലും വരാതിരിക്കില്ല. നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യും. അല്ല സാറേ, 2 പ്രതികളും കൂടി പുറത്തു പോയിട്ടുണ്ട്. ഉണ്ടോ? എന്നാ അവരെ കൂടെ വിളിക്കട്ടെ? നമുക്കൊന്നും രണ്ടൊക്കെ പറഞ്ഞിരിക്കാൻ. അല്ല, പിന്നെ. ഇതിൽ കോമഡി ഉത്സവം കാണാൻ പറ്റും സാറേ. കോമഡി ഉത്സവം ഇവിടെ ഇരിക്കുന്നു. പോയി വിളിച്ചോണ്ടോടാ. നീ പറഞ്ഞത് കറക്റ്റാ. ഇവന്മാര് വട്ടന്മാരാ. ഇങ്ങോട്ട് വരട്ടെ. പോലീസുകാർക്ക് ഇതൊക്കെ തന്നെയുള്ളൊരു സന്തോഷം. രാത്രി ഉറക്കളഞ്ഞ് ഡ്യൂട്ടിക്ക് ഇറങ്ങി ഒരു ഉഷാറിന് 2 അടിച്ചാ അത് ഏതെങ്കിലും തെണ്ടികൾ ഒളിച്ചു നിന്നെടുത്ത് ഫേസ്ബുക്കിൽ അത് ലൈക്കും ഷെയറും ചെയ്യാൻ വേറെ കുറെ ആലോചന. എന്നാ യുവമാരൊക്കെ ഭയങ്കര അടിയാ. നമുക്ക് അടിച്ചു. നമ്മൾ 24 മണിക്കൂറും ജനങ്ങളെ സേവിച്ചോണം. അത് സാരില്ല സാറേ. പോലീസുകാരിലും ഉണ്ടല്ലോ ചില ചെറ്റകള്. തെണ്ടികളും. അല്ല, അതുകൊണ്ടാണ് എല്ലാവർക്കും വെറുപ്പെന്ന് പറയായിരുന്നു. അല്ലേ? സാറ് പേടിക്കണം സാറേ. ഞങ്ങൾ ഇടക്കിടക്ക് ആരെങ്കിലും പല്ലിടിച്ച് ഒഴിച്ചിട്ട് ഒരു ഫുള്ളായിട്ട് ഇങ്ങോട്ട് വരാം അല്ലേ? അല്ല, ഒരു പല്ലിന് ഒരു ഫുള്ളാണെങ്കിൽ ഒരു 5-6 അടിച്ചാൽ കൊഴുകി. പിന്നെ അടുത്തൊന്നും കുപ്പി വാങ്ങിക്കണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ സാറൊന്ന് ചെറുവത്താണിക്കുക. അവിടെ ഞങ്ങളുടെ ഈ ഉത്സവ പെരുന്നാളോട് അടിച്ചു പൊളിക്കാം. അതെ, പൊളിക്കാം. ഒരു സസ്പെൻസ് ഉള്ള വഴി നോക്കട്ടെ. മൈക്കിളെ, എന്റെ വൈഫാ. ഇനി എന്ത് കള്ളാ പറയാ സാറേ? 4 മണിക്ക് എത്താന്ന് പറഞ്ഞ. അല്ല, നിങ്ങളുടെ ഭാര്യമാരും വിളിക്കാറില്ലേ? ഞങ്ങൾക്ക് ഭാര്യമാരില്ല. നിങ്ങളെ തമ്മില് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അയ്യേ, അതല്ല സാറേ, ഞങ്ങക്ക് പെണ്ണ് കിട്ടണില്ല. ലഭിക്കുന്നില്ല. 2 അടിച്ച് റോഡിൽ കിടന്ന് അടിയുണ്ടാക്കി എതിരാളിയുടെ പല്ലടിച്ചു കുടിക്കുന്ന നിങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് പെണ്ണ് കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറെ ആർക്ക് കിട്ടാനാ? അയ്യോ, സോറി കേട്ടോ, ഞാൻ കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. കണ്ടിന്യൂ. ആയിക്കോട്ടെ സാറേ, കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് അത് മുടങ്ങിപ്പോയൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇച്ചായന് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതെന്ത് പറ്റി? പെണ്ണാരുടെങ്കിലും കൂടെ ഒളിച്ചോടി പോയോ? പറന്നേ. പോയത് പെണ്ണല്ല സാർ, അവളുടെ അപ്പന. മോൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന സ്ത്രീധനം എടുത്തോണ്ട് ഫേസ്ബുക്കിൽ കണ്ട ഏതോ ഒരു പെണ്ണിന്റെ കൂടെ പോയി. മൈക്കിളെ, സത്യം സാറേ. സോറി കേട്ടോ, ഇതുവരെ കേൾക്കാത്ത ഒരു കോമഡിയാണ് ചിരിച്ചു പോയത്. അല്ല, സമയം കുറെ ആയല്ലോ. ഇനി ആ പല്ല് പോയാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ വീട്ടിൽ പോയി കാണാം. ഓ, കലാപരിപാടികളൊക്കെ കഴിഞ്ഞല്ലേ? പീങ്കാലിയോ, ഇനി വല്ല ഇരിപ്പുണ്ടോ? പിന്നെ എന്ത് കുന്നത്തിനാണ് ഇവിടെ കയറി ഇരിക്കുന്നത്? ഇറങ്ങി പൊക്കോളെ നിനക്കൊക്കെ. വയ്യോടെ ഇറങ്ങി പോടാ. സാധനോ കുറെ ഉണ്ടല്ലോ. ഭാര്യയ്ക്കുള്ള ക്രീമായി. ആഹാ, ടച്ചിങ്സ് ഉള്ളതായി. ജോറ് സാധനമില്ലേ അവൻ? രാത്രി ഇരുട്ടത്ത് ടോർച്ചുമായി. എന്തായാലും ഇന്നത്തെ ദിവസം കൊള്ളാം.